തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കുന്ന ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് നേമം മണ്ഡലം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിജയസാധ്യതയുണ്ട്. അങ്ങനെ വിജയിച്ചു കയറാനുള്ള ഒരു ശ്രമം ശശി തരൂർ നടത്തുമോ? വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഇന്ന് ശ്രീ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയാണ്. അന്തർധാരയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വോട്ട് കച്ചവടം ഉണ്ടെന്നൊക്കെ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് വോട്ട് കച്ചവടത്തിൽ കൂടെയാണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രീ ശശി തരൂരിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് 2010 മൻമോഹൻ സിംഗാണ് ശശി തരൂരിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു IPL ടീം ഉണ്ടാക്കാൻ പോയതിൻ്റെ ഒരു ഇടപാടിൽ പുള്ളിക്കാരനെ ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പോയിട്ട് വന്നു. അതിനുശേഷം പുള്ളിക്കാരൻ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു MP എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം തിരുവനന്തപുരത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ചരിത്രമാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വളരെ സെൻറ്റിമെൻ്റലായിട്ടൊരു പ്രസ്താവന പറഞ്ഞു, ഇനി ഞാൻ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇനി രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പാണല്ലോ ഇനി ഇലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇനി ഉണ്ടെങ്കിൽ നിയമസഭയിലേ മത്സരിക്കുള്ളൂ എന്നുള്ള തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഇനി കോൺഗ്രസിലെ കരിസ്മ ഉള്ള ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നാൽ ഒരു 10,000 വോട്ട് സ്വന്തം അക്കൗണ്ടിൽ എത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു നേതാവേ കേരളത്തിലുള്ളൂ. ബാക്കി എല്ലാവരും അതത് ഏരിയകളിൽ അവർ ഹൈബി ഈഡനാണെങ്കിൽ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് നിന്ന് ഹൈബി ഈഡൻ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും അവരവരുടെ പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അതേസമയം കേരളത്തിൽ മൊത്തം ഒരു വോട്ട് ബാങ്ക് ഉള്ളത്. ഇന്ത്യയിൽ മൊത്തം AICC ഇലക്ഷന് പോയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ മൊത്തം വോട്ടിങ്ങിൻ്റെ കോൺഗ്രസ്സുകാരിൽ 10% കൂടുതൽ വോട്ട് നേടിയ ഒരാളെന്നുള്ള രീതിയിലാണ് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ വെയിൽ കൊള്ളാതെ അല്ല അദ്ദേഹം. നമ്മൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയുന്നത് ഇവരെല്ലാം നോമിനേറ്റഡാണ്. വെട്ടിപിടിച്ച് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം നോമിനേറ്റ് ചെയ്തെങ്കിലും 10% കൂടുതൽ വോട്ട് അത് ഗാന്ധി ഫാമിലിക്കെതിരായിട്ട്, ഗാന്ധി നെഹ്റു ഫാമിലിക്കെതിരെ മത്സരിച്ച് 10% വോട്ട് വാങ്ങിയ ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേപോലെ ഗ്ലാമറുള്ള, ഞാൻ കരിസ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആ കരിസ്മ ഉള്ള ഒരു നേതാവാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമോ? കാരണം അങ്ങനെ വല്ലതും വിജയിച്ച് കയറിപ്പോയാൽ ആ നിയമം തിരുവനന്തപുരം മണ്ഡലം നഷ്ടമാകുമല്ലോ. BJP കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അത് പിടിച്ചെടുക്കണമെന്ന്. അതെ, അത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരും. ആ മണ്ഡലം വിജയത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പലരും ഉയർത്തി കാട്ടുന്നുണ്ട്. ഈ നേമത്തായാലും വട്ടിയൂർക്കാവിലായാലും എറ്റിൻ സമുദായം പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഇല്ലെന്ന്. കാരണം ഇദ്ദേഹം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണല്ലോ വിജയിക്കുന്നത്. അല്ല, ന്യൂനപക്ഷത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരന് നമ്മളെ ഈ ഈ സിനിമാ നേതാക്കൾക്കുള്ള മാതിരി പുള്ളിക്കാരനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അത് ലീഗലായിട്ട് ഇല്ലാന്നേ ഉള്ളൂ. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരില്ലെങ്കിൽ കോൺഗ്രസിൽ ഇന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെല്ലാം കൂടെ ഇയാളെ കാക്ക വളഞ്ഞിട്ട് കൊത്തുപോലെ അദ്ദേഹത്തെ കൊത്തിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരു കരിസ്മയും ഫാൻസും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പല പ്രാവശ്യം നിന്നതും ജയിച്ചതുമല്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, കഴിഞ്ഞ 2 ഇലക്ഷനും സുനാമി പോലുള്ള വോട്ടാണ് കോൺഗ്രസിന് ശബരിമല ഇഷ്യൂവിൽ കിട്ടിയത്, പാർലമെൻറ്റ് ഇലക്ഷൻ. പക്ഷേ ആ സമയത്ത് പോലും ഏറ്റവും കുറച്ച് മാർജിനിൽ ജയിച്ച ഒരാളാണ് ശശി തരൂർ എന്ന് മനസ്സിൽ നോക്കണം. ഉണ്ണിത്താനൊക്കെ ലോട്ടറി അടിച്ചത് ശബരിമല ഇഷ്യൂവിലാണ്. ആരും ഒരിക്കലും ജയിക്കില്ല എന്നൊരു സീറ്റെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലത്തുകാരനെ ഉണ്ണിത്താനെ പിടിച്ച് കാസർഗോഡ് ഇട്ടത്. എന്നിട്ട് അയാൾ ജയിച്ച് കയറിയത് ലോട്ടറി അടിച്ചില്ല. അപ്പം അതേ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശശി തരൂർ ആയതുകൊണ്ടും ഈ ഗ്രൂപ്പ് മാനേജർമാരെല്ലാം ശശി തരൂരിന് എതിരായതുകൊണ്ടുമാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണോ അത് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പലരും രാഷ്ട്രീയത്തിന് അതിൽ അദ്ദേഹത്തിന്റെ പരാജയമല്ലേ പലരും ചോദിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ജംഗ്ഷനിൽ പോയി ഒരു ലൈറ്റ് വെക്കുക, അല്ലാതെ അദ്ദേഹം എന്ത് വികസനം തിരുവനന്തപുരത്ത് ചെയ്തു? അല്ല, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വികസനമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിളായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം ഈ 2 ഇലക്ഷനിലും ജയിച്ച് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ട് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ താരപ്രചാരകനായിട്ട് കേരളത്തിൽ മൊത്തത്തിൽ നടന്ന് ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്നാണ് പറഞ്ഞത്. ഇതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പേടി. ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ മാത്രം നോക്കിയാൽ മതി. ഇദ്ദേഹം കേരളം മുഴുവൻ നടന്ന് പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ അദ്ദേഹം AICCയിൽ മത്സരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യ മുഴുവൻ അദ്ദേഹം ഫ്ലൈറ്റ് കൊടുത്ത് ഇന്ത്യ മുഴുവൻ ആൾക്കാരെ പോകുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്നു, അവിടുത്തെ നേതാക്കളെ കാണുന്നു, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ സപ്പോർട്ട് വാങ്ങിക്കുന്നു. അങ്ങനെ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. 10% വോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ കോൺഗ്രസിനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് നമ്മൾ ഓർക്കണം. ഈ 10% ആൾക്കാർ ഇവരാരും എലക്ട് ചെയ്ത ആൾക്കാരല്ല. സോണിയ കുടുംബം നോമിനേറ്റ് ചെയ്ത ആൾക്കാരിലാണ് 10% രാഹുൽ ഗാന്ധിക്കും അല്ല ശശി തരൂരിന് ഒപ്പം നിൽക്കുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിയും നോമിനേറ്റ് ചെയ്തവരിൽ പോലും 10% പേര് ശശി തരൂരിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തെ അവഗണിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തായാലും കോൺഗ്രസിൽ നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മൊത്തം അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുകയും കോൺഗ്രസിന് സീറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ, ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, എല്ലാവരും മത്സരിക്കുമ്പോഴത്തേക്ക് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന രീതിക്ക് പണ്ട് ആന്റണിക്ക് സംഭവിച്ചതുപോലെ മത്സരിക്കാത്ത ഒരാൾ നേതാവാകട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ തന്നെ ആൾക്കാർ തമ്മിൽ വിഭജിച്ച് കഴിഞ്ഞാൽ അത് LDFന് വീണ്ടും അതൊരു കുഴപ്പത്തിലോട്ട് പോകും. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാതെ ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാർട്ടി നിയോഗിച്ചു വച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. നേമത്ത് പല മുതിർന്ന നേതാക്കളുടെ പേര്, മുരളീധരൻ, ശബരിനാഥ്, ശശി തരൂർ, അവർക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേമം എന്ന് പറയുന്ന മണ്ഡലം ട്രഡീഷണലായിട്ട് കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു. അവിടെ കോൺഗ്രസിന് പിഴയ്ക്കുന്നത് നേരത്തെ ഘടകകക്ഷി നേതാവായിരുന്ന ചാരുവാറ രവിയെ അവിടെ കൊണ്ട് നിർത്തി തോപ്പിച്ചത് തൊട്ടാണ് അവിടെ കോൺഗ്രസിൻ്റെ ശനിദശ തുടങ്ങുന്നത്. ആ സമയത്താണ് ആൾക്കാർ രാജഗോപാലും ചാരുവാറ രവിയും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർ രാജഗോപാലിന് വോട്ട് ചെയ്തു. അങ്ങനെയാണ് രാജഗോപാലൻ ജയിച്ചത്. അല്ലാതെ ചില നേതാക്കൾ പറയും പോലെ ഇത് BJPയുടെ ഗുജറാത്തൊന്നും അല്ല നേമം. ഒരു ട്രഡീഷണൽ കോൺഗ്രസ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഈ ശവംകുത്തി ജയിച്ച കാര്യം തന്നെ അവർ ഇപ്പോൾ ഇന്നലെ ജമാഅത്തുകാർ വളരെ ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ നോക്കും RSS എവിടെയാണോ ജയിക്കാൻ സാധ്യതയുള്ളത് അവിടെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്യുന്നതാണ്. ഒന്നേ ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്യും, അല്ല RSSനെ തോപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യും. അത് ഞങ്ങൾ ഒരുമിച്ച് സ്വരൂപിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം നേമത്തും സംഭവിക്കാൻ പോകുന്നത് BJP ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഭീമാപ്പള്ളി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വലിയ ഒരു കാര്യമാണ് നേമം മണ്ഡലത്തിൽ. ഈ ഭീമാപ്പള്ളി ഫാക്ടറാണ് അവസാനം ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണയും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിഴച്ചു പോയിരുന്നത് അങ്ങനെയാണ്. ഇദ്ദേഹം ജയിച്ചത്, രാജഗോപാൽ ജയിച്ചത് ഇവരുടെ ഒരു മണ്ടത്തരം കൊണ്ടാണ്. അതായത് ചാരുവാറ രവിക്ക് മണ്ഡലം കൊടുത്തുകൊണ്ടാണ്, നേമം മണ്ഡലം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ പോയത്. അല്ലെങ്കിൽ ശക്തൻ്റെയൊക്കെ കയ്യിൽ വളരെ കാലം ഇരുന്ന മണ്ഡലമാണ്. വളരെ ഒരു ട്രഡീഷണൽ കോൺഗ്രസ് മണ്ഡലം തന്നെയാണ് നേമം. അപ്പോൾ അവിടെ ജയിക്കാൻ ശശി തരൂരിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ജയിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ മുരളീധരൻ 3-ാം സ്ഥാനത്ത് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ മുരളീധരനെ സ്ഥിരമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന സമുദായങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടാണ് അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 3-ാം സ്ഥാനത്തെത്തിയത്. അതുമല്ല, അദ്ദേഹം ആൾറെഡി MP ആണ്. നീ എന്തിന് MLA ആവാൻ വരുന്നു എന്നുള്ള ഒരു ചോദ്യം ആൾക്കാരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് പോലും മുരളീധരൻ വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് പോകുക. അങ്ങനെയാണ് ശിവൻകുട്ടി ജയിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ 5 വർഷം ഈ പാപഭാരം നമ്മൾ ചുമക്കുന്നത്. കേരളത്തിലെ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് അതൊരു കുരിശായിട്ട് മാറി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട്. അപ്പോൾ നേമം ഇനിയും കോൺഗ്രസ് ഒരു നല്ല സ്ഥാനാർത്ഥിയിൽ നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ശക്തൻ നിന്ന് കഴിഞ്ഞാൽ പോലും അവിടെ നേമത്ത് ഒരു സാധ്യതയുള്ളൊരു നേതാവാണ്. എല്ലാം വളരെ ട്രഡീഷണലായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അങ്ങനെ BJPയുടെ ഒരു കോട്ടയൊന്നും പറയാൻ പറ്റത്തില്ല. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാം. അതിനേക്കാളും കൂടുതൽ വട്ടിയൂർക്കാവ് സാധ്യതയുള്ള ആൾ. ഇപ്പം ശശി തരൂരിനെ അംഗീകരിക്കുന്ന കാത്തലിക്സ് ഉള്ള ഒരു മണ്ഡലമാണ്. ഈ സ്റ്റാച്യു തൊട്ട് നമ്മുടെ മണ്ണന്തല വരെ, നാലാഞ്ചിറ വരെയുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അത് ക്രിസ്ത്യൻ ബെൽറ്റുണ്ട്, എഡ്യൂക്കേറ്റഡ് ബെൽറ്റുണ്ട്. അവരുടെയൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം മത്സരിക്കുകയാണെങ്കിൽ. പക്ഷേ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കാനാണ് സാധ്യത. കാര്യം മത്സരിച്ചിട്ട് MLA ആയിട്ട് പിന്നീട് ഒരു സാധാരണ MLA ആയിട്ട് അവിടെ നിൽക്കാനും പറ്റത്തില്ല. ഇദ്ദേഹത്തിൻ്റെ MP സ്ഥാനം പോവുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും ഒരു അസൈൻമെൻറ്റിലോട്ടായിരിക്കും നോക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.